ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ടോക്സ് ആസ്നൽ. അപ്പം കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടി. ഞങ്ങൾ ആദ്യമായിട്ടൊരു സീസൺ റിവ്യൂ ചെയ്തിട്ട് റിവ്യൂ എങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അറിയില്ലായിരുന്നു. സോ ജഡ്ജ്മെൻറ്റ് കുറേ അവർക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണെന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് അതുവഴി നമുക്ക് അടുത്തൊരു സെക്ഷൻ അല്ലെങ്കിൽ അടുത്തൊരു ടോപ്പിക്കിലോട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും തുടങ്ങാം. ഇന്ന് ആർസൽ ട്രാൻസ്ഫേഴ്സ് അവസാനം പിടിക്കാം എന്ന് വെച്ചു കുറച്ചൊക്കെ. കാരണം യോക്കോറസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നു, കുറെ ന്യൂസ് വരുന്നു എന്നല്ലാണ്ട് കുറെ നാൾ മുന്നേ യോക്കോറസ് സെസ്കോ എന്നുള്ളത് ഇപ്പൊ യോക്കോറസ് വരുവോ ഇല്ലയോ എന്നുള്ള സീനാണ്. അത് കാരണം അതിനെപ്പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഒന്ന് ലെഫ്റ്റ് വിങ് കാര്യങ്ങളും യങ്സ്റ്റേഴ്സിന്റെ കാര്യങ്ങളും ആർട്ടറ്റയുടെ പ്രസ് കോൺഫറൻസ് കാര്യങ്ങളും പിന്നെ കുറച്ച് ട്രാൻസ്ഫർ ന്യൂസുകളും വെച്ച് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പം നമ്മുടെ കൂടെ കുറെ നാൾക്ക് ശേഷം സൈഡ് ലൈൻ എഫ് സിന്ന് അലക്സ് ബ്രോ ജോയിൻ ചെയ്യുന്നുണ്ട്. അലക്സ് ബ്രോ, ഹലോ. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഒന്നും കൂടെ കൂടുന്നു. കാരണം സീസൺ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലല്ലേ? അതെ, അങ്ങനത്തെ ഒരു സീസൺ എൻഡിങ് ആയിരുന്നല്ലോ. അത് കാരണം നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് ഫസ്റ്റ് പറഞ്ഞ യങ്സ്റ്റേഴ്സിനെ ഇപ്രാവശ്യം നമ്മൾ ഇതിന് കൊണ്ടുപോയിട്ടുണ്ട്. പ്രീ സീസൺ 4-5 യങ്സ്റ്റേഴ്സ് പോയിട്ടുണ്ട്. അതിൽ ബ്രോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലെയർ ഏതായിരിക്കും? നിക്കോൾസ് എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഉണ്ട്, കാബിയ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്, മാക്സ് ഡോമൻ എന്ന് പറഞ്ഞ പ്ലെയറിനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ MLS വെന്നേരി, അവരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവരുണ്ട്. പിന്നെ 1-2 പ്ലെയേഴ്സ് ഉണ്ട്. എല്ലാ പൊസിഷനിലും ഒരു മിഡ്ഫീൽഡർ ഉണ്ട്, 2 ഡിഫൻസിൽ 2 പ്ലെയേഴ്സും 2 ഫോർവേഡ് പ്ലേയേഴ്സ്. ഇത്രയും പേരെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് കാണേണ്ടത് മാക്സ് ഡോമനെയാണ്. കാരണം അവൻ ഭയങ്കര ഫോർവേഡ്സിൽ ഭയങ്കര ഒരു എന്ന് പറഞ്ഞാൽ സീനിയർ ടീമായിട്ട് അവൻ്റെ കുറച്ച് ടാക്ലിംഗ് വീഡിയോസ് ഒക്കെ ഞാൻ ട്വിറ്ററിലൊക്കെ കണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് ആണ്. ഒരു ഇപ്പോഴേ ചാടി ഇതാവുന്നല്ല. ബ്രോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ട് താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണാൻ താല്പര്യമുള്ള ഏതെങ്കിലും പ്ലെയർ ഉണ്ടോ? എനിക്കതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് മാക്സ് ടോമിന്റെ കാര്യം തന്നെയാണ്. അപ്പൊ ആർട്ടറ്റ ഈ അടുത്തൊക്കെ ആ ഒരു പ്ലെയറിനെ അത്യാവശ്യം പൊക്കി അടിക്കുന്നുണ്ട് കാര്യമായിട്ട്. അപ്പൊ കോച്ച് അത്യാവശ്യം കൺവിൻസ്ഡ് ആണ് പ്ലെയറിന്റെ കാര്യത്തിൽ. പറഞ്ഞ പോലെ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് ആണ്. നമ്മൾ ഇപ്പോഴേ ചാടിക്കടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ആ ഒരു പ്ലെയറിൽ എന്തോ കോച്ച് അത്യാവശ്യം വെൽ കൺവിൻസ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പോ വൈകാതെ തന്നെ നമുക്കൊരു നല്ലൊരു പ്ലെയറിനെ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ ഈ ന്യാനറിയുടെയും മൈൽസ് കെല്ലിയുടെ അവസ്ഥ നമുക്ക് ലാസ്റ്റ് സീസൺ ഇഞ്ചുറീസ് ഒക്കെ വന്നപ്പോഴാണ് അവരൊരു ബ്രേക്ക് ത്രൂ നടത്തേണ്ടി വന്നത്. പക്ഷെ എനിക്ക് മാക്സ് ടോമിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി കോച്ച് കാൽക്കുലേറ്റഡ് ആണ്. ആർട്ടറ്റ കുറച്ചും കൂടി കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെ ഇന്നൊരു പീരീഡ് വരെ ഇപ്പോ ട്രെയിനിങ് അടക്കം സീനിയർ ടീമിന്റെ കൂടെ പ്ലെയറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കളിപ്പിക്കുന്നുണ്ട്. സോ അതിനർത്ഥം അധികം വരാണ്ട് തന്നെ ആ ഒരു പ്ലെയറിനെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നിന്ന് ഒരു മെയിൻ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ടൊരു പീരീഡ് ആളൊരു കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആർട്ടറ്റ ഓൾറെഡി. സോ ആ രീതിയിൽ പ്രൊസീഡ് ചെയ്ത് പോവാണ്. നല്ല കാര്യം. ഞാൻ പറയുകയാണെങ്കിൽ ഓവറായിട്ട് ആ ഒരു പ്ലെയറിന് ഒരു എന്താ പറയാ ലൈറ്റ് കൊടുക്കേണ്ട ഡിം ലൈനിൽ നിർത്തിയാൽ മതി ആ ഒരു പ്ലെയറിന്. കാരണം ഓവർ പ്രഷറും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് ആ പ്ലെയർ ഇങ്ങനെ വളർന്നു വരട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുന്നത് ആ ഒരു പ്ലെയറിനെയാണ്. മറ്റുള്ള പ്ലേയേഴ്സ് പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഡിഫൻസിലൊക്കെ ഒരു പ്ലേയേഴ്സിനെ കൊണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ആയിരിക്കാം. പക്ഷെ മാക്സ് ടോമിനെ പറ്റി മാത്രം അതെല്ലാ ആർസണൽ ഫാൻസും ഉറ്റുനോക്കുന്നുണ്ട് ഈ പ്ലെയറിനെ. പക്ഷെ മെയിൻലി നമ്മളിപ്പോ ചിന്തിക്കുവാണെങ്കിലേ, ഇപ്പം ബാർസ ഇപ്പൊ ഇത്രയും ഫിനാൻഷ്യൽ ക്രൈസിസിലൊക്കെ ആണെങ്കിലും അവരെ വർഷങ്ങളായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു സാധനമുണ്ട്, അവന്മാരുടെ ലാമാസിയ പ്രോഡക്ട്സ് ഇല്ല. ഇപ്പൊ പെഡ്രി, ഗാവി, ലമീൻ യമൽ, അങ്ങനെ ഓരോ വർഷം ഓരോരോ യങ് പ്രോഡക്ട്സ് ഇങ്ങനെ വരുന്നുണ്ട് അവർക്ക്. ഇപ്പം ആർസനലിന്റെ കേസിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇതുവരായിട്ട് വന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് നാളുകളായിട്ട് ആർട്ടറ്റ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആർട്ടറ്റയ്ക്ക് കുറച്ചു മുന്നേ എമറി വന്ന സമയത്താണ് സത്യം പറഞ്ഞ സാക്കയുടെ ഒരു ഉത്ഭവം നമ്മൾ കാണുന്നത്. അതുപോലെയാണ് അതിന്റെ തൊട്ട് പുറകെയാണ് ESR വരുന്നത് ടീമിലോട്ട് ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻകെറ്റിയെ നോക്കി നടന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മേജർലി ബ്രേക്ക് ത്രൂ വന്ന 2 പ്ലെയേഴ്സാണ് വെന്യേരി, ഈ പറയുന്ന MLS. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരു പ്ലെയറാണ് ഈവൻ മാക്സ് ഡോമൻ. അതിന്റെ ഇടയ്ക്ക് 2 പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ചീബോ ഓഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യുണൈറ്റഡിൽ പോയ പ്ലെയറും, ഒമാരി ഹച്ചിൻസൺ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായി.
നമ്മൾ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു, യങ്സ്റ്റർ ആയിരുന്നു. അപ്പം പക്ഷെ അവര് ഇതായിട്ടില്ല. അല്ലല്ല, ഒമാരി ഹച്ചിൻസൺ അല്ല ചെൽസിക്ക് പോയത്. ഒമാരി ഹച്ചിൻസൺ ചെൽസിക്കാണോ പോയത്? ഏതൊരു സെക്കൻഡ് ഡിവിഷൻ ടീമിലാണ് കളിച്ചോണ്ടിരുന്നത്. ഇപ്സ്വിച്ചിലേക്ക് പോയെന്നുണ്ടോ ഓർമ്മ. അതെ 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 അതെ, അങ്ങനെ കണ്ട. ബട്ട് ഒരു ഹൈപ്പ് ആ പ്ലെയറിന് സത്യം പറഞ്ഞ ഇത് ഉണ്ടായിട്ടില്ല, ലൈക്ക് ഡെവലപ്മെന്റ് വന്നിട്ടില്ല. ബട്ട് ആർസണൽ പ്ലേയേഴ്സിൽ ഇപ്പം ആർസണലിൽ നിന്ന പ്ലേയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സാക്ക, ഈ നമുക്കറിയാം സാക്കയുടെ ലെവൽ എന്താണെന്ന്. ESR ആർട്ടിറ്റയുടെ സിസ്റ്റത്തിൽ എക്സ്പെക്ട് ചെയ്തു, ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ സാക്ക ESR ഒരു കോമ്പിനേഷൻ നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു, ബട്ട് വർക്ക്ഔട്ട് ആയില്ല. അപ്പം ഈ യങ്സ്റ്റേഴ്സ് ആർസണൽ, എനിക്ക് സത്യം പറഞ്ഞ ആർസണലിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് യങ്സ്റ്റേഴ്സ് കുറെ എണ്ണം ആർസണൽ ഫ്രണ്ട്സിലോട്ട് കുറച്ച് വന്നു കഴിഞ്ഞാൽ, ലൈക്ക് ഡിഫറെന്റ് പൊസിഷൻസിൽ നമുക്ക് യങ്സ്റ്റേഴ്സിന്റെ ഇതിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആർസണൽ അക്കാഡമി പ്രൊഡക്ട്സ് കുറച്ച് ടീമിലോട്ട് ജെല്ലാവുന്ന ഒരു സിറ്റുവേഷൻ നമുക്കത് കുറെ നാൾക്ക് ഇല്ലായിരുന്നു. സത്യം പറഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അങ്ങനെ ഇപ്പം സിറ്റിക്കാണല്ലോ ഇല്ല. ചെൽസിയുടെ നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്, യുണൈറ്റഡിന്റെ ആണെങ്കിലും കുറവാണ്. അതെന്താണ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാ ക്ലബുകളും, പക്ഷെ അവര് മിക്ക പോയിന്റും വിറ്റ് കളയാണ് ചെയ്യാറ്. നിന്ന് പോകുന്ന പ്ലേയേഴ്സ് കുറവാണെന്നുള്ളതാണ്. ഇപ്പോ സ്കെല്ലിയുടെ കാര്യമാണെങ്കിലും MLS-ന്റെ കാര്യമാണെങ്കിലും ന്യൂയറുടെ കാര്യമാണെങ്കിലും ലാസ്റ്റ് സീസണിൽ ആ ഒരു ഇഞ്ചുറി ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ നമ്മൾ അവരധികം കാര്യമായിട്ട് കണ്ടില്ല എന്നും വരും. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഇപ്പോ ഓൾറെഡി ആ സമയത്ത് 2 പ്ലേയേഴ്സ് ഉണ്ട്, സിഞ്ചൊക്കെ ഉണ്ടായിരുന്നു, കലഫ്യൂറി ഉണ്ടായിരുന്നു. ഈ പ്ലേയേഴ്സിനൊക്കെ ഇഞ്ചുറി സംഭവിച്ചുകൊണ്ടാണ് ഇവർക്കൊക്കെ ഒരു അവസരം കൊടുക്കേണ്ടി വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെ നോക്കാണ്ട് കുറച്ചും കൂടി കാൽക്കുലേറ്റഡ് ആയിട്ട്, ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അക്കാഡമി പ്രൊഡക്ട്സ്, ഇപ്പൊ മാക്സ് ടോമന്റെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതൊരു കാൽക്കുലേറ്റഡ് പീരീഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അങ്ങനെ കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നത്, അതിപ്പോ പറഞ്ഞ പോലെ ആർട്ടറ്റ വന്നപ്പോഴല്ല, ഉനൈ എമറിയുടെ ആ ഒരു സമയത്തിലാണ് സാക്കയുടെ ഒരു വരവ് നമ്മൾ കാര്യമായിട്ട് കാണാൻ തുടങ്ങിയത്. എന്നാൽ ESR നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. ഇഞ്ചുറീസോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഇതിൽ അത് പോയത് നല്ല സങ്കടമുള്ള കാര്യമാണ്. ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഇനി വരുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ അക്കാഡമി പ്രൊഡക്ട്സിനെ കൂടുതലായിട്ട് ടീമിലേക്ക് ജെല്ല് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ നമുക്ക് അതിനു മുമ്പ് നമ്മളൊരു ടൈറ്റിൽ വിന്നിംഗ് ടീം ആവണം. ടൈറ്റിൽ വിന്നിംഗ് ടീം ആയതിനു ശേഷമാണ് നമുക്ക് നമ്മുടെ യങ് പ്രോസ്പെക്ട്സിന് അവസരം കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇതിലേക്ക് അല്ല, ഞാൻ മാറാൻ പറയുന്ന ഏജ് ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ ചാൻസ് കൂടുതൽ കൊടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ലൈക്ക് അവർ അണ്ടർ 19s കളിച്ച് അണ്ടർ 20s ആകുമ്പം ആർസണൽ അക്കാഡമിന്നുള്ള പ്ലേയേഴ്സ് ഫ്യൂച്ചറിൽ നമുക്കിപ്പോ ഒരു ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റിൽ പോയി ഹൈ വാല്യൂ കൊടുത്ത് വാങ്ങുന്ന ഒരു സാഹചര്യം വരാണ്ട്, ലെറ്റ്സ് സേ നമുക്ക് പ്രോബബിൾ ആയിട്ട് ഒരു സിറ്റുവേഷനിൽ ബാക്കപ്പ് ആയിട്ട് വേണം. അപ്പം ഹൈ മാർക്കറ്റ് വാല്യൂ കൊടുത്ത് ഒരു ബാക്കപ്പിനെ വാങ്ങുന്ന പകരം നമ്മുടെ അക്കാഡമി പ്രൊഡക്ട്സ് 21, 22 ഇയേഴ്സ് ഏജ് ഉള്ള പ്ലേയേഴ്സിനെ പതുക്കെ ബാക്കപ്പ് പൊസിഷൻസിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കൂടുതൽ അങ്ങനത്തെ അക്കാഡമി പ്രൊഡക്ട്സിനെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട്. എല്ലാവരും അങ്ങനെയൊന്നല്ല, ചില പൊസിഷൻ, ഇപ്പൊ ഈ പറയുന്ന ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ്, മിഡ്ഫീൽഡ്, ഇങ്ങനത്തെ ഭാഗങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പ്ലേയേഴ്സിന് ഇങ്ങനെ നമുക്ക് ഇടയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ടീമിനും നല്ലതാണ്, അക്കാഡമി പ്രൊഡക്ട്സ് ആണ്. അങ്ങനത്തെ ഒരു ഇത് ഹോം പ്ലേയേഴ്സിന്റെ പ്രശ്നമില്ല. എന്താ അല്ല, ഇഞ്ചുറി സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും അങ്ങനത്തെ പ്ലേയേഴ്സ് വന്നാലുള്ള. ഈ മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നത് നമ്മളിപ്പോ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ നടന്ന പോലെ എല്ലാം ഇപ്പോഴും നടക്കാറില്ല നമ്മുടെ ക്ലബില്. നമ്മൾ സ്ഥിരം കാണാറ്. അതെ, വർഷങ്ങൾക്ക് ശേഷമാ നമുക്ക് സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ വിൻഡോ തന്നെ കേൾക്കുന്നത് തന്നെ. അല്ലാണ്ട് ഈ മറ്റേ ഇൻട്രസ്റ്റഡ് ലിങ്ക്ഡ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇത്ര സൈനിങ്സ് പോലും ഇപ്പൊ അത്ര നടക്കൂല. ഇനിയും നമ്മളിങ്ങനെ മറ്റേ ഇൻട്രസ്റ്റഡ് അഡ്വാൻസ്ഡ് ആർസണൽ ഇപ്പൊ ബിഡിടും, അടുത്ത ആഴ്ച ബിഡിടും എന്നുള്ള സീനായിരുന്നു. ഇപ്പം കുറെ ബിഡൊക്കെ പോയി നെഗോസിയേഷൻ ഫേസിലാണല്ലോ കുറെയൊക്കെ. ഒന്ന് യോക്കറസിന്റെ സിറ്റുവേഷൻ, നെഗോസിയേഷൻ. എസയുടെ മാത്രമാണ് ഇപ്പൊ ഇൻട്രസ്റ്റഡ് അല്ല അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. വേറെ പ്ലേയേഴ്സിന് അത് പറഞ്ഞപ്പോഴാണ് ട്രാൻസ്ഫർ വിൻഡോ, എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ പിടിച്ചു. അതല്ലാണ്ട് നമുക്കിപ്പോ സംസാരിക്കാൻ കുറെ വരുന്നില്ലല്ലോ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ബ്രോ ഇപ്പം മാർക്കറ്റിൽ കണ്ടു എസയുടെ കാര്യത്തിൽ ഇപ്പൊ ചെൽസി ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആന്റണി ഗോർഡൻ ഉണ്ട് മാർക്കറ്റിൽ. അതിന്റെ കൂടെ ഇപ്പൊ ഷാവി സിമോൺസ് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. ലെഫ്റ്റ് വിങ് പൊസിഷനിലാണ് ഇതൊക്കെ വരുന്നത്. റോഡ്രിഗോയും അവൈലബിൾ ആണ്. ഇത്രയും 4 പ്ലേയേഴ്സിൽ
ബ്രോയിനൊരു ഓപ്ഷൻ ഉണ്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഏത് പ്ലെയറിനെ ആയിരിക്കും പ്രിഫർ ചെയ്യുക? ഇതിപ്പോ ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോ പറഞ്ഞല്ലോ, അത് വല്ലാത്തൊരു കോമ്പോണ് അവിടെ തന്നെ. നമുക്കിപ്പോ എസ് എ വേണോ, എബ്രച്ചിയസ് വേണോ, സിമൺസ് വേണോ എന്നൊരു ചോദ്യം. ഇപ്പൊ റോഡ്രിഗോന്റെ കാര്യത്തില് ഒരു ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. നമുക്കൊരു മിഡ്ഫീൽഡില് ലെഫ്റ്റ് വിങ്ങിനോട് ചേർന്ന് കളിക്കാൻ കഴിയുന്ന ഒരു നമ്പർ 8 പൊസിഷനിലേക്ക് ഒരു പ്ലെയർ എന്തായാലും വേണം. സോ ആ ഒരു കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ എബ്രച്ചിയസ് ഓർ സാവി സിമൺസ് ആണ് വരുന്നത്. പക്ഷെ അതിനകത്ത് എബ്രച്ചിയസ്ക്ക് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള കാരണം എബ്രച്ചിയസ്ക്ക് കുറച്ച് വെയിറ്റ് ഞാൻ കൊടുക്കും. ആൻഡ് നമ്മുടെ ലെഫ്റ്റ് വിങ്ങില് റൊസാഡോ, മാർട്ടിനെലിയോ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയർ പോവാണെങ്കിൽ, സമ്മർ ട്രാൻസ്ഫറിൽ പോവാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറേയും വേണം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അതിനകത്ത് ഇപ്പോ ഗോർഡൻ ആയാലും ശരി, റോഡ്രിഗോ ആയാലും ശരി, ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ, നമ്മുടെ ലെഫ്റ്റ് വിങ്ങിൽ പ്ലെയർ പോയാലാണ് നമുക്ക് അതിന് കൂടുതൽ പ്രാമുഖ്യം ഇപ്പൊ കൊടുക്കേണ്ടതുള്ളൂ. നമുക്ക് ആ ഒരു മിഡ്ഫീൽഡ് നമ്പർ 8 പൊസിഷനിൽ ലെഫ്റ്റ് വിങ്ങിനോട് ചേർന്ന് കളിക്കുന്നത്, അതായത് ഒഡഗാർഡിന്റെ പ്രൊഫൈലിന് വിപരീതമായിട്ടൊരു പ്രൊഫൈൽ. ഒഡഗാർഡിന്റെ ഒരു എബ്രച്ചിയയുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്ന ഒഡഗാർഡിന്റെ ടൈപ്പ് അല്ല. അതുകൊണ്ട് തന്നെ എബ്രച്ചിയക്ക് ഒരു വെയിറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അവിടെ. എബ്രച്ചിയസ് കിട്ടണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ചെൽസി ഇൻട്രസ്റ്റ് ആണ്. സാവി സിമൺസിന്റെ കാര്യത്തിൽ ഇതേ അവസ്ഥ തന്നെയാണ്. ആർസണലും ചെൽസിയും തന്നെയാണ് ചെൽസി ഇൻട്രസ്റ്റ്. ഇപ്പൊ അഡ്വാൻസ്ഡ് സ്റ്റേജ് ടോക്കിലാണ് ഷാവി സിമൺസിന്റെ കാര്യത്തിൽ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ബ്രോ എസ്എനെ ഫോക്കസ് ചെയ്തു അല്ലെ ഷാവി സിമൺസിനെ എടുത്തു എന്ന് പറയുന്നു മിഡ്ഫീൽഡ് ഇത് നമ്പർ 8 പൊസിഷനിൽ. അപ്പം മിഡ്ഫീൽഡിൽ ബ്രോ എന്ത് ചേഞ്ചസ് ആണ് ഉദ്ദേശിക്കുന്നത്? ഒഡേഗാർഡിനെ ബെഞ്ച് ചെയ്തിട്ട് ലെഫ്റ്റ് വിങ്ങിൽ ചെയ്തിട്ട് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും ടാക്ടിക്കലി ട്വീക്ക് ഉദ്ദേശിച്ചിട്ടാണോ അത് പറയുന്നത്? കാരണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു സജഷൻ അല്ലേ, ഒരു ഐഡിയ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. മേ ബി ആർട്ടറ്റ അത് ചെയ്യില്ല. പ്ലേയിങ് ലൈക്ക് 4-4-2, മനസ്സിലായോ? ബാക്ക് ഫോർ നമ്മുടെ സ്ഥിരം ബാക്ക് ഫോർ, ഗോൾ കീപ്പർ. പിന്നെ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എസെ, ഓഡേഗാർഡ്, റൈസും നമ്മുടെ ഇവനും സുബിമെന്റിയും നമ്മുടെ നമ്പർ 6 ഡബിൾ ഇതുപോലെ അവർ രണ്ടുപേരും, എസയും ഒഡേഗാർഡ്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലും സീനില്ല, റൈറ്റ് വിങ്ങിലും. ഫ്രണ്ടില് വേണമെങ്കിൽ നമുക്ക് സാക്ക ആൻഡ് യോക്കറസ് ഇട്ട് കളിപ്പിക്കാം. പക്ഷെ സാക്കാനെ നമുക്ക് ഓവർലി ആ ലെഫ്റ്റ് വിങ്ങിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. എസേനെ കൊണ്ടുവരുന്നതിന്റെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എസേനെ ലെഫ്റ്റ് വിങ് കളിപ്പിക്കണം ഇപ്പോഴത്തെ. കാരണം 100 മില്യൺ കൊടുത്തു വന്നിട്ട് റൈസിനെ നമുക്ക് ബെഞ്ചിൽ ഇരുത്താൻ പറ്റില്ല. എസേനെ ഇങ്ങനെ നമ്മൾ മിഡ്ഫീൽഡ് ഇറക്കണമെങ്കിൽ. ഒഡേഗാർഡ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഒഡേഗാർഡിനെ ഇറക്കില്ല. സുബിമെന്റി നമുക്ക് വന്നു, സ്റ്റാർട്ടർ ആയിട്ടാണ് വന്നേക്കുന്നത്. സുബിമെന്റിനെ മാറ്റാൻ ചാൻസ് ഇല്ല. സോ എസെ വരുവാണെങ്കിൽ നമുക്ക് എസെ ലെഫ്റ്റ് വിങ് ആയിട്ടല്ലേ ആർട്ടറ്റ ഉദ്ദേശിക്കുള്ളൂ. അല്ലെങ്കിൽ മേ ബി ഒരു റൊട്ടേഷൻ ഫോർ ഒഡേഗാർഡ് ഇനീഷ്യലി. ഇതല്ലാണ്ട് വേറെ എന്ത് ഓപ്ഷനിലാണ് ഞാൻ അങ്ങനെ ചിന്തിപ്പിച്ചാണ് ഈ 4-4-2 എനിക്ക് ചിന്ത വന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പം അല്ല, എനിക്ക് തോന്നുന്നു ബ്രോ പറഞ്ഞതിൽ അവസാനത്തെ ആ ഒരു ഇതിലാണ് എനിക്ക് തോന്നുന്നത്. മിഡ്ഫീൽഡിൽ റൊട്ടേഷനിൽ ഇറക്കാനാണ് ചാൻസ് കാണുന്നുള്ളൂ. കാരണം സുബിമെന്റിനെയും റൈസിനെയും എന്തായാലും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സുബിമെന്റിനെ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം, റൈസിനെ എക്സ്പെക്ട് ചെയ്യാം. അത്രയും കാശ് കൊടുത്ത് എന്തായാലും ബെഞ്ചിൽ എടുത്തതില്ല. നമ്മുടെ ബെസ്റ്റ് പ്ലെയർ തന്നെയായിരുന്നു ലാസ്റ്റ് സീസണിലെ, വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിരുന്നു. ആൻഡ് ഒഡേഗാർഡിന്റെ കാര്യം പറഞ്ഞും ശരിയാണ്. എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ റൊട്ടേഷണലി ഇറക്കാൻ തന്നെ ആയിരിക്കും എബ്രച്ചിയസ് പോലുള്ള പ്ലെയർ. എബ്രച്ചിയസിനെ കൊണ്ടുവരാണെങ്കിൽ പ്രൈമറിലി ആർട്ടറ്റ നോക്കാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് വിങ് അവിടെ മേ ബി അതൊരു ഓപ്ഷനിലാണ്. ഇപ്പൊ എബ്രച്ചിയസ് വരാണെങ്കിൽ ഒന്നിൽ റൊട്ടേഷനിൽ ഇറക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ വേണമെങ്കിൽ ലെഫ്റ്റ് വിങ്ങറായിട്ട് ഇറക്കാം. നമുക്ക് ഇപ്പൊ ലാസ്റ്റ് സീസണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഞ്ചുറിക്ക് മുമ്പാണെങ്കിൽ കൂടി നമുക്ക് ഈ പ്ലെയർ റൊട്ടേഷൻ ചില പൊസിഷനിൽ അത്ര ഈസി ആയിരുന്നില്ല നമുക്ക്. ചില പൊസിഷൻസ് ഇപ്പൊ ആ മേജർ ഇഞ്ചുറി ബ്രേക്ക് ഔട്ടിന് മുമ്പ് തന്നെ ചില പൊസിഷൻസ് നമുക്ക് ആ ഒരു പ്ലെയർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിംഗ് ലെവലിൽ വരുമ്പോൾ ആ ഒരു പ്ലെയർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തോ വീക്ക്നെസ് പോലെ നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. എസ്പെഷ്യലി മിഡ്ഫീൽഡിൽ ഒഡഗാർഡിന്റെ ഒക്കെ പൊസിഷൻ അങ്ങനെ ഉള്ളൊരു പൊസിഷൻ ആയിരുന്നു. കാരണം ഒഡഗാർഡ് പോയ ആ ഒരു സീസൺ തുടങ്ങിയ ഓഗസ്റ്റിൽ തന്നെ ഒഡഗാർഡ് ഔട്ടായിരുന്നു എന്റെ ഓർമ്മ. സെപ്റ്റംബറിലെ ഇന്റർനാഷണൽ ബ്രേക്ക് വന്നപ്പോ ഇന്റർനാഷണൽ ബ്രേക്ക് വന്നപ്പോ ആൾ ഔട്ടായതാണ്. ആ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ ശേഷം ആ ഒരു ഏരിയ മാത്രം നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് പാടുപെട്ടിരുന്നു, ആ ഒരു ക്രിയേറ്റീവ് ഏരിയ എന്ന് പറയും. സോ അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ ഒരു ക്രിയേറ്ററിന്റെ റോളിൽ തന്നെ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിലേക്ക് മാറി റൊട്ടേഷൻ ഒരു ഓപ്ഷൻ ആയിട്ടായിരിക്കും വ്യത്യസ്തമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴും ഞാൻ പറയുന്നു, ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു പ്ലെയർ പോകേണ്ടത് നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ റോഡ്രിഗോ പോലെയുള്ള പേരൊക്കെ കൺസിഡർ ചെയ്യണമെങ്കിൽ. കാരണം റോഡ്രിഗോ പോലെ ഒരു പേരും കൊണ്ടുവന്നിട്ട് ട്രൊസാർഡിനെയും മാർട്ടിനെലിനെയും പിടിച്ചിരുത്തുന്നതിൽ അർത്ഥമില്ല. സോ എബ്രച്ചിയസ് വരാണെങ്കിൽ ഒന്ന്
സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് ഫസ്റ്റ് തന്നെ ഇന്റഗ്രേറ്റ് ആവുമെന്ന് ഞാൻ തൽക്കാലം വിചാരിക്കുന്നില്ല. ലെഫ്റ്റ് വിംഗർ ആയിട്ടല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ മിഡ്ഫീൽഡ് റൊട്ടേഷനിലായിട്ടായിരിക്കും തൽക്കാലം വരിക. അല്ല, മേജർലി ഇപ്പൊ ബ്രോ ഈ റോഡ്രിഗോയുടെ കാര്യം പറയുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഇനീഷ്യലി എനിക്ക് ബ്രോ റോഡ്രിഗോ വന്നാൽ ലെഫ്റ്റ് വിംഗ് ആയിട്ട് വന്നാലും കുഴപ്പമില്ല, ബട്ട് ഐ വുഡ് പ്രിഫർ എസ് എ മോർ ദാൻ റോഡ്രിഗോ സൈനിങ്. ഞാൻ ബ്രോ റോഡ്രിഗോ വരണം എന്നല്ല ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നില്ല. റോഡ്രിഗോ വന്നാൽ അല്ലെങ്കിൽ ട്രൊസാർഡ് അല്ലെ മാർട്ടിനലി പോയി കഴിഞ്ഞാൽ റോഡ്രിഗോ വരുന്നതിൽ കുഴപ്പമില്ല എന്നല്ല ഉദ്ദേശം. ഞാൻ ചോദിക്കുന്ന എൻ്റെ ഒരു സംശയം, റോഡ്രിഗോ എന്നൊരു പ്ലെയർ ഹൈ വാല്യൂഡ് പ്ലെയർ ആണ്, ഓക്കെ, പിന്നെ ഹൈ ഓൺ വേജസ് ആണ്. റോഡ്രിഗോയുടെ റയൽ മാഡ്രിഡ് പെർഫോമൻസും ആ ഒരു എക്സലൻസി നോക്കിയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു എന്ന് വെച്ചോ, ലെറ്റ്സ് സേ അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്കത് ലയബിലിറ്റി ആവില്ലേ? നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക്, റോഡ്രിഗോ പ്ലെയർ മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു സിസ്റ്റത്തിൽ റോഡ്രിഗോയ്ക്ക് കളിക്കാൻ പറ്റിയില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ലയബിലിറ്റി അല്ലേ? അപ്പം അത്രയും പ്രൈസും അത്രയും വേജ് വാല്യൂസും കൊടുത്ത് ഒരു പ്ലെയറിനെ വാങ്ങുന്നത് നമ്മളത് പോകുമോ, നമ്മുടെ ക്ലബ്ബ് പോവാതെ പോകുന്നതിൽ കാര്യമുണ്ടോ? അതാണ് എൻ്റെ ഒരു ഡൗട്ട്. ഞാൻ കുറച്ച് മുമ്പ് റോഡ്രിഗോന്റെ ഒരു ഡിസ്കഷൻ വെച്ചായിരുന്നു ഇതേപോലെ. അപ്പൊ റോഡ്രിഗോന്റെ ഇതിൽ പറയുന്നത് നമ്മള് പ്രൊഫൈൽ നോക്കൂല്ലോ, നമ്മുടെ ഓൾറെഡി ഉള്ള പ്ലേയേഴ്സിന്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ മാർട്ടിനെല്ലിയുടെ അപ്ഡേറ്റഡ് വേർഷൻ ആണെന്നാണ് പറയുന്നത് നമ്മൾ റോഡ്രിഗോനെ. ഈ കട്ട് ഇൻസൈഡ് ചെയ്ത് കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ ആണ് റോഡ്രിഗോ. റയൽ മാഡ്രിഡിലെ ആൾക്ക് റൈറ്റ് വിങ് ആണ് കൊടുക്കാറ്, ലെഫ്റ്റ് വിങ് അധികം കൊടുക്കാറില്ല. അവിടെ വിനീഷ്യസ് ജൂനിയർ ഉള്ള കാരണം മാർട്ടിനെല്ലി ആണെങ്കിൽ കട്ട് ഇൻസൈഡ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറി പെടുന്ന പ്ലെയർ തന്നെയാണ്. സോ നമുക്കൊരു ഡിഫറെന്റ് പ്രൊഫൈൽ അല്ല അവിടെ കിട്ടുന്നത്. പക്ഷെ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ ഈ റയൽ മാഡ്രിഡ് പോലൊരു ടീമിൽ കളിച്ച് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് മൊമെന്റ്സ് കളിച്ചിട്ടുള്ള ആ ഒരു പരിചയ സമ്പത്തും ആ ഒരു അഡാപ്റ്റേഷൻ കഴിവും ഒക്കെയാണ് ആ പ്ലെയറിനെ നമ്മളൊരു ഹൈ പ്രൊഫൈൽ കേസായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ പറഞ്ഞത് ശരിയാണ്, ട്രാൻസ്ഫർ ഫീ എന്നുള്ളതിനേക്കാൾ ഉപരി വേജ് സ്ട്രക്ചറിൽ ആ ഒരു പ്ലെയർ നല്ലൊരു ഏരിയ ഒക്യുപ്പൈ ചെയ്യും എന്നുള്ള സത്യമാണ്. സോ ഞാനിപ്പോ റോഡ്രിഗോ ആണോ നമുക്ക് പ്രയോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തൽക്കാലം അല്ലെന്നേ പറയുള്ളൂ. എനിക്ക് ആ മിഡ്ഫീൽഡിൽ ഒരു റൊട്ടേഷണൽ പ്ലെയർ, ഒഡേഗാർഡിന് വിപരീതമായി പ്രൊഫൈലുള്ള റൊട്ടേഷനിൽ വരുന്ന പ്ലെയർ, സാവി സിമൺസ് ഓർ എബ്രച്ചേസെ. ഞാൻ എബ്രച്ചേസെ പറയുന്നത് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള കാരണമാണ്. 27 വയസ്സായ പ്ലെയർ ആണ്. 68 മില്യൺ പൗണ്ട്സ് പൊട്ടിക്കണം എന്ന് പറയുമ്പോൾ യെസ്, ചെറിയൊരു ഇതുണ്ട്. 27 വയസ്സുള്ള പ്ലെയറിന് ഇത്രയും പൊട്ടിക്കണം എന്ന് പറയുമ്പോൾ, പക്ഷെ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് വേറെ ഏത് ലീഗിൽ നിന്നാലും കിട്ടാത്തൊരു സംഭവം. സോ എന്നോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ റോഡ്രിഗോ പ്രയോറിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറയും റോഡ്രിഗോ അല്ല പ്രയോറിറ്റി, എബ്രച്ചേസയോ സിമൺസോ ആണെന്ന് ഞാൻ പറയുള്ളൂ. എബ്രച്ചേസയോ തൽക്കാലം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എബ്രച്ചേസയോ എന്നേ ഞാൻ പറയുള്ളൂ പ്രയോറിറ്റി. അതിനുശേഷം ലെഫ്റ്റ് വിങ്ങിൽ എന്ത് സംഭവിക്കുന്നു അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് അടുത്ത പ്ലെയറെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിപ്പോ ഗോർഡന്റെ കാര്യം എനിക്ക് അറിയില്ല, അതൊക്കെ കേട്ടിട്ട് ഞാൻ വലിയ ലിങ്ക്സ് അല്ല, ഞാൻ അങ്ങനെ ഗോർഡൻ മാർക്കറ്റിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇപ്പൊ റൂമേഴ്സ് ഒക്കെ വളരെ കുറവാ അതിനെപ്പറ്റി. ആൻഡ് റോഡ്രിഗോയുടെ കാര്യത്തിൽ വേറെ ഏണിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ റോഡ്രിഗോന്റെ ഡീല് ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയി, നമ്മൾ ടോക്സ് തുടങ്ങിയെന്ന് വിചാരിച്ചോ, മീൻസ് അഡ്വാൻസ്ഡ് ടോക്സ് തുടങ്ങിയെന്ന് വിചാരിച്ചാൽ പോലും ഡീല് പെട്ടെന്ന് ഒന്നും കഴിയില്ല. ആ ട്രാൻസ്ഫർ മാർക്കറ്റ് കഴിയണ സമയം വരെ അത് വലിച്ചുകൊണ്ടു. കാരണം ടോപ്പ് ക്ലബ്സ് യൂറോപ്പിലെ നമ്മൾ മാത്രമല്ല റോഡ്രിഗോന്റെ അല്ല, ലിവർപൂൾ പറയുള്ളൂ. നോക്കുന്നുണ്ട് റോഡ്രിഗോന്. ലിവർപൂൾ മാത്രമല്ല, നമ്മളെക്കാളും ആവശ്യക്കാരുണ്ട് ആ ഒരു പൊസിഷനിൽ റോഡ്രിഗോയ്ക്ക് വേണ്ടിയിട്ട്. നമ്മളെക്കാൾ കൂടുതൽ ആവശ്യമുള്ള ക്ലബ്ബുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ റോഡ്രിഗോന്റെ കാര്യം പെട്ടെന്ന് ഒരു തീരുമാനം ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. നല്ല ലെങ്തിലിട്ട് ഓടിക്കും. അപ്പോഴേക്കും നമ്മുടെ പ്രീ സീസൺ ഒക്കെ കഴിയും. പതുക്കെ ആ ഒരു സ്റ്റൈലിൽ കളിക്കാർ കളിയൊക്കെ തുടങ്ങും. പിന്നെ ആയിരിക്കും ചിലപ്പോൾ റോഡ്രിഗോ ഇന്റഗ്രേറ്റ് ആകുന്നത്. അതൊരു സാധ്യതയാണ്, നമുക്കറിയില്ല അങ്ങനെ സംഭവിക്കാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ പ്രയോറിറ്റി ഞാൻ പറയുകയാണെങ്കിൽ എബ്രച്ചേസിനെ സീൽ ചെയ്യാൻ പറ്റിയാൽ പെട്ടെന്ന് സീൽ ചെയ്യുക എന്നുള്ളതാണ്. റോഡ്രിഗോ വന്നാൽ നല്ലത്. പക്ഷെ അപ്പോഴും ബ്രോ പറഞ്ഞ ഈ ഒരു പ്രശ്നം, അപ്പൊ ബ്രോ അതിപ്പോ റോഡ്രിഗോയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളിപ്പോ ഗ്യോക്കേഴ്സിനെ കൊണ്ടുവന്നാലും ഇപ്പൊ സെസ്കോനെയാണ് കൊണ്ടുവന്നിരുന്നതെങ്കിലും എല്ലാവരുടെ കാര്യത്തിൽ സെസ്കോന്റെ കാര്യത്തിൽ അത്രയ്ക്കും വരില്ല, കാരണം റീസെയിൽ വാല്യൂ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നെങ്കിലും പറയായിരുന്നു. പക്ഷെ സെസ്കോ നല്ല ഹൈ ഫീ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് പ്ലെയർ, നല്ല ശമ്പളം ചോദിച്ചിരുന്നു പ്ലെയർ. സോ അങ്ങനത്തെ ഏത് പ്ലെയർ കൊണ്ടുവന്നാലും നമുക്ക് ആ റിസ്ക് വരുന്നുണ്ട്. ആൻഡ് റോഡ്രിഗോന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ബെഞ്ചിൽ ഇരുത്താനുള്ള ഓപ്ഷൻ പോലും നമുക്ക് ഉണ്ടാവില്ല, കളിപ്പിച്ചേ തീരുള്ളൂ. അങ്ങനെയുള്ള ഉറപ്പുകൾ കിട്ടിയിട്ട് മാത്രമേ അങ്ങനെ ഒരു പ്ലെയർ ക്ലബിലേക്ക് വരുള്ളൂ. സോ അതും റിസ്ക് തന്നെയാണ്. പക്ഷെ ആ റിസ്ക് നമ്മൾ എടുക്കേണ്ട സാഹചര്യം എത്തി, നമുക്കിനി വേറെ വഴിയില്ല. ചില കാര്യത്തിൽ ഇപ്പൊ അല്ല, അത് പ്ലെയറിന്റെ റിസ്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം റോഡ്രിഗോ എത്രയൊക്കെ പറഞ്ഞാലും റയൽ മാഡ്രിഡിൽ കളിച്ച കളി അറിയാം, അവന്റെ കഴിവും നമുക്കറിയാം. ഞാൻ ഉദ്ദേശിക്കുന്ന ചില സിസ്റ്റത്തിലല്ലേ, ആർട്ടിറ്റയുടെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് അറ്റാക്ക് പോയി കഴിഞ്ഞാൽ അതുപോലെ ഡിഫൻസിൽ ഇറങ്ങി ട്രാക്ക് ബാക്ക് ചെയ്യണം.
മനസ്സിലായി. ആ ഒരു ട്രാക്ക് ബാക്കിംഗ് സിസ്റ്റത്തിലോട്ട് റോഡ്രിഗോനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് എന്റെ കൺഫ്യൂഷൻ. മനസ്സിലായോ? അറ്റാക്കിംഗ് വൈസ് ഈ അടിപൊളിയാ. കൺഫ്യൂഷൻ ഒരുപാട് ഞാൻ ഷെയർ ചെയ്തിട്ട് എനിക്ക് നല്ല ചീത്തവിളി കിട്ടിയതാണ്. അല്ല റോഡ്രിഗോ അത് ഞാൻ ചോദിക്കുന്ന ഇപ്പം നമ്മള് റോഡ്രിഗോയുടെ കഴിവ് അറ്റാക്കിംഗ് ആണ്. അത് ഞാൻ സമ്മതിച്ചുതരാം. അറ്റാക്കിംഗ് പ്ലെയറിനെ അറ്റാക്കിംഗ് കാര്യത്തിന് ഉപയോഗിക്കണം. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ സിസ്റ്റം ചെയ്യുന്നത് ആസ് ലോങ് ആസ് നമ്മൾ ഇത്രയും നാൾ കണ്ടത് ആർട്ടറ്റയ്ക്ക് ഫോർവേഡ് എങ്ങനെ പോകുന്നു അതുപോലെ ബാക്കിൽ വരണം എന്നൊരു പോളിസി ആർട്ടറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആർട്ടറ്റ ഇതനുസരിച്ച് അതെ ആർട്ടറ്റ ഇതനുസരിച്ച് ടാക്ടിക് മാറ്റണം. മനസ്സിലായോ? ആ ടാക്ടിക്സ് മാറ്റുന്ന ടൈപ്പ് ഒരു കോച്ച് ആയിരുന്നെങ്കിൽ കഴിഞ്ഞ സീസണിൽ പ്ലാൻ ബി പ്ലാൻ സി വരണമായിരുന്നു. അത് വന്നിട്ടില്ല. നമ്മൾ ഈ 4-4-2 ഒക്കെ നമ്മൾ ചിന്തിച്ചെടുക്കുന്നതിലും അങ്ങനെ ചെയ്യൂലെന്ന് നമുക്കറിയാം. അത് ഏതൊരു ആർസണൽ ഫാനിനും അറിയാം. 4-2-3-1 ആയിരിക്കും മോസ്റ്റ്ലി കളിക്കുന്ന. ലെഫ്റ്റില് ഒരു വിങ്ങർ, മറ്റേത് ബോൾ പ്ലേയിങ് ഗെയിം. പക്ഷെ ഒന്നുകിൽ സുബിമെൻഡി വന്നതുകൊണ്ട് കുറച്ചും കൂടെ പേസ് കൂടിയാൽ കൂടി, അറ്റാക്കിംഗ് സ്പീഡ് കൂടിയാൽ കൂടി. മോസ്റ്റ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഷാക്ക ഉള്ള സീസൺ നമ്മൾ കളിച്ച ആ പേസിലായിരിക്കും അറ്റാക്ക് കളിക്കാൻ പോകുന്നത്. അറ്റാക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആവും. കോർണേഴ്സിൽ ഡിപ്പെൻഡന്റ് ആവില്ല. ഗെയിം സ്ലോ ആൻ ചാൻസ് ഇല്ല. ലോ ബ്ലോക്കിംഗ് ടീമായിട്ട് നമ്മൾ കുറച്ചും കൂടെ സൂപ്പറായിട്ട് കളിക്കാൻ ചാൻസ് ഉണ്ട് നല്ല രീതിക്ക്. ഗിയോക്കറസ് വരുന്നതും എല്ലാം കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ ഒരു കേസിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഡിഫെൻസീവ്ലി ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ റോഡ്രിഗോ ഇറങ്ങുമോ ഇല്ലയോ, ദാറ്റ് ഈസ് വൺ ക്വസ്റ്റ്യൻ. കാരണം റയൽ മാഡ്രിഡിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വേണ്ട അവർക്ക്. അങ്ങനെ കളിച്ചിട്ട് ശീലവും ഇല്ല പുള്ളിക്ക്. ഡിഫൻസീവ് ഡ്യൂട്ടീസ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ റയൽ മാഡ്രിഡ് ഇപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ അമ്പേ പരാജയമായിരുന്നു. അത് എടുത്തു പറഞ്ഞ കാര്യമാണ്. പക്ഷെ റോഡ്രിഗോ വർക്ക് റേറ്റ് ഉള്ള പ്ലെയർ ആണ്. എന്തായാലും നല്ല രീതിയിൽ വർക്ക് റേറ്റ് തരുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷെ ഡിഫൻസീവ് ഈ പറഞ്ഞ പോലെ മാർട്ടിനലി അറ്റാക്കിന് പോയതിന് ശേഷം ആ ലെഫ്റ്റ് വിങ്ങില്, നമ്മുടെ ലെഫ്റ്റ് വിങ്ങിൽ ഒരു അറ്റാക്ക്, ഓപ്പോസിറ്റ് അറ്റാക്ക് വരാണെങ്കിൽ പുള്ളി ആ ഓടിയ സ്പീഡിൽ തന്നെ തിരിച്ചോടേണ്ട ഗതികേട് വരാറുണ്ട്. നമ്മുടെ അറ്റാക്കിംഗ് ബോക്സിന്റെ എഡ്ജിൽ നിന്നിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. ഒരുപാട് സമയം, കുറച്ച് സമയമല്ല, ഒരുപാട് നേരം ആ ഡിഫെൻസീവ് എഡ്ജിൽ തന്നെ നിന്ന് ഡിഫെൻഡ് ചെയ്യേണ്ട സമയം വരാറുണ്ട്, സമയങ്ങൾ വന്നിട്ടുണ്ട്. അത് പറഞ്ഞ പോലെ ശരിയാണ്. റോഡ്രിഗോയ്ക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടിപ്പോ റയൽ മാഡ്രിഡിൽ കളിച്ച സ്റ്റൈലിലായിരിക്കില്ല എന്തായാലും ആഴ്സണലിൽ കളിക്കുക. ആ ഒരു ഫ്രീഡൊക്കെ പ്ലെയറിന് കിട്ടുമോ എന്നുള്ളത് കോച്ച് കൊടുക്കുമ്പോൾ കണ്ടറിയേണ്ട ഒരു കേസാണ്. അവിടെയാണ് അവിടെയാണ് കഴിഞ്ഞ സീസണൊക്കെ പലരും മാർട്ടിനെല്ലിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ മാർട്ടിനെല്ലിക്ക് ഫ്രീഡം കൊടുക്കാത്തതാണോ, ആർട്ടിറ്റയുടെ പ്രശ്നമാണോ, അതോ മാർട്ടിനെല്ലിയുടെ കളി തെറ്റിയതാണോ? ആ ഒരു കൺഫ്യൂഷൻ എല്ലാ ഫാൻസിന്റെ ഇടയിലും ഉണ്ടല്ലോ. കുറച്ചുപേര് മാർട്ടിനെല്ലിന് കുറ്റം പറഞ്ഞ അവന് ഇതില്ല എന്ന് പറയും. കുറച്ചുപേര് ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, അല്ലെ മാർട്ടിനെല്ലി പേസ് ഉപയോഗിക്കാതെ ആർട്ടിറ്റയുടെ കോച്ചിങ് ഇതാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പോഴാണ് ഇത് റോഡ്രിഗോയുടെ കുറ്റമല്ല, നമ്മുടെ ടാക്ടിക്സിൽ ഡിപ്പെൻഡ് ആവോ ഇല്ലയോ, നമുക്ക് ബെനിഫിഷ്യൽ ആവോ ഇല്ലയോ എന്നുള്ള സംശയം. ഫസ്റ്റ് ഓഫ് ഓൾ മിക്കേൽ ആർട്ടറ്റയുടെ കളി ഇത്രയും നാള് കണ്ടതുകൊണ്ട് പറയാം, ഒരു പ്ലെയറിനും വേണ്ടി പുള്ളി ടാക്ടിക്സ് മാറ്റുമെന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല. ഞാനിപ്പോ ഗോയിക്കേഴ്സ് വരുന്ന കാര്യം പറഞ്ഞു, എബ്രച്ചേസയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഗോയിക്കേഴ്സും എബ്രച്ചേസയൊക്കെ കൗണ്ടർ അറ്റാക്കിങ്ങിന് വളരെയധികം പറ്റുന്ന പ്ലെയേഴ്സ് ആണ്. കൗണ്ടർ അറ്റാക്ക് എസ്പെഷ്യലി ഗോയിക്കേഴ്സ് ട്രാൻസിഷൻ ഇതിലും ഡിഫൻസിന്റെ ബാക്കിലേക്ക് ഓടിക്കഴിഞ്ഞാൽ വളരെ മികച്ചു നിൽക്കുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷെ കൗണ്ടർ അറ്റാക്ക് പറഞ്ഞ സാധനം നമുക്കില്ല, നമുക്ക് ആ സംഗതി ഇല്ല. പക്ഷെ ആ ഒരു കാര്യം പറയട്ടെ, ആ ഒരു സമയത്ത് ജിസൂസ് ഒക്കെ ഉള്ള സമയത്ത് നമ്മുടെ കൗണ്ടർ അറ്റാക്ക് അടിപൊളിയായിരുന്നു. ഷാക്ക ഉള്ള സമയത്ത് നമ്മൾ കൗണ്ടർ അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞതിന്റെ മുമ്പത്തെ സീസൺ ആ ജനുവരി തൊട്ടുള്ള ഒരു സമയത്തും നമുക്ക് കൗണ്ടർ അറ്റാക്കേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഭയങ്കര സ്ലോ ആയി തുടങ്ങി. കഴിഞ്ഞ സീസൺ ഞാൻ പറയട്ടെ, കഴിഞ്ഞ സീസൺ ഇഞ്ചുറി കൺസേൺസ് ഒക്കെ വന്നു, സമ്മതിക്കുന്നു. കൗണ്ടർ അറ്റാക്കിംഗ് ചില സിറ്റുവേഷൻസ് വരുമല്ലോ, ഇന്ന് ആ കൗണ്ടർ അറ്റാക്ക് ചെയ്തോ എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുമ്പോ പന്ത് ഹോൾഡ് ചെയ്ത് പിന്നെയും സ്ലോ ബിൽഡിംഗ് ഗെയിം കളിക്കുന്ന ടാറ്റിക്സിന്റെ ഭാഗം തന്നെയാണ്. പ്ലേയേഴ്സ് വേണ്ടാന്ന് വെക്കുന്നതല്ല, കോച്ചിന്റെ അത് മനസ്സിലായി. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ചെയ്ത സൈനിങ്സ് ഒക്കെ വെച്ച് നോക്കുമ്പം കൗണ്ടർ അറ്റാക്കിങ്ങിൽ നമ്മൾ വീക്ക് ആയിരുന്നു എന്നൊരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്ന ടൈപ്പ് പ്ലേയേഴ്സ് ആണ് എല്ലാവരും നമ്മൾ ലിങ്ക്ഡ് ആയിട്ടുള്ളതും സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സ്. അപ്പം അതാണ് ഇവിടുത്തെ വ്യത്യാസം, മനസ്സിലായി. അപ്പം അതാണ് എനിക്ക് കോൺഫ്ലിക്റ്റിങ്. അല്ലാണ്ട് കമന്റ്സിൽ വന്ന് ചിലപ്പോൾ റോഡ്രിഗോനെ വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയും. ഞാൻ റോഡ്രിഗോ എന്ന പ്ലെയറിനെ കുറ്റം പറയുന്നതുമല്ല, റോഡ്രിഗോ നമ്മുടെ സിസ്റ്റത്തില് പുള്ളിക്ക് അത് യൂസ് ടു ആകുമോ അല്ലയോ, ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ. അത് ആർട്ടിറ്റ വന്നു കഴിഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ.
നമ്മളിപ്പം ആഗ്രഹിക്കുമ്പോൾ പ്ലെയർ പെർഫോം ചെയ്യൂല എന്നൊരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ. എന്തായാലും വന്നു കഴിഞ്ഞാൽ പെർഫോം ചെയ്യും എന്നൊരു ആഗ്രഹം ഉണ്ടാകും, ചെയ്യും എന്നൊരു പ്രതീക്ഷയും വെച്ചിട്ടാണല്ലോ നമ്മൾ ഏത് പ്ലെയറിനെ, ഇപ്പം എത്ര ഡൗൺ ആയിട്ടിരിക്കുന്ന പ്ലെയറിനെ, ഇപ്പൊ സ്റ്റെർലിംഗ് നമ്മൾ കഴിഞ്ഞ സീസൺ വന്നപ്പോഴും ആദ്യമൊക്കെ സ്റ്റെർലിംഗ് എന്തേലും ചെയ്യും എന്ന് പ്രതീക്ഷയായിരുന്നു. 1-2 കളിയിൽ ഒരു ഇത്തിരിയെങ്കിലും പ്രതീക്ഷയായിരുന്നു. പിന്നെ ആ പ്രതീക്ഷ 2 കളിയിൽ മാറി. എനിക്കൊരു പ്രതീക്ഷയില്ല. അത് വന്നപ്പോഴേ അത് പ്രതീക്ഷിക്കണ്ട. പിന്നെ വേറെ കാര്യമുണ്ട്, പുള്ളിനെ കളിപ്പിക്കാൻ ഇത്രയും അവസരം പുള്ളിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇഞ്ചുറീസ് ഒക്കെ വന്നപ്പോഴും പുള്ളി അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല, 1-2 കളി അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുമ്പം ഇത്തിരിയെങ്കിലും ബെറ്റർ പെർഫോമൻസ് കാണും എന്ന് പ്രതീക്ഷിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു സൈനിങ് ആയിട്ട് വന്നു, എന്തേലും ഒരു പെർഫോമൻസ് കാണും. അതിന്റെ വിപരീതമായിട്ട് കണ്ടു. അതാണ് സത്യം പറഞ്ഞ ഒരു പേടി പല സൈനിങ്ങളുടെ കാര്യത്തിലും. ഇപ്പൊ യോക്കറസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന യോക്കറസിന്റെ സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്ടിക്കലി പറയുന്നു, വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ബെനിഫിറ്റ് ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നു, അവന്റെ പാഷൻ എല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ക്ലിക്ക് ആവണം. ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ പിച്ച്. അത് ഏത് പ്ലെയർ ആണെങ്കിലും നമ്മൾ എത്ര ഹൈപ്പ് കൊടുത്താലും പിച്ചിൽ കാണണം. ഇപ്പൊ ഈ പറയുന്ന സെയിം സാധനമാണ്, ഞാൻ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ, ഗാക്പോ എന്നൊരു പ്ലെയർ ഭയങ്കര ഹൈപ്പിലാണ് വന്നത് ലിവർപൂളിൽ. എക്സ്പെക്ടഡ് പെർഫോമൻസ് ഇല്ല. അതേ സമയത്താണ് വെർണർ എന്ന് പറഞ്ഞൊരു പ്ലെയർ വന്നായിരുന്നു, ഗോൾ സ്കോറിംഗ് മെഷീൻ എന്ന് പറഞ്ഞ് ചെൽസിയിൽ പോയി, അത് പ്രശ്നമായി. സാൻജോ, ഹാവേർട്സ്, മനസ്സിലായി, ഹാവേർട്സ് ഇതേ സിറ്റുവേഷൻ, ഗോൾ സ്കോറിംഗ് മെഷീൻ എന്നല്ല, ഒരു ഭയങ്കര ഹാവേർട്സ് വെർണർ കോമ്പിനേഷൻ വേറെ ലെവലാണെന്നും പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അത് പോയി, ചെൽസിന്ന് പോയി. പിന്നെ ആർസെനലിലോട്ട് വന്നപ്പം ഒരു ലിമിറ്റ് വരെ ചെൽസിനെക്കാട്ടും കുറച്ചും കൂടെ പെർഫോമൻസ് അന്ന് നമുക്ക് എക്സ്പെക്ടഡ് പെർഫോമൻസ് അല്ല കിട്ടിയേക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് അല്ല എന്ന് പറഞ്ഞാൽ, ബട്ട് 65 മില്യൺ വർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 65 മില്യൺ വർത്ത് ആയിട്ടില്ല. പക്ഷെ നഷ്ടമല്ല നമുക്ക്. പ്ലെയറിനെ കളിപ്പിച്ചത് കേട്ടോ, അതും പറയണം കേട്ടോ. എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പൊസിഷനിലും അല്ല ആ പ്ലെയറിനെ ഇറക്കിയത്. പറഞ്ഞ പൊസിഷനിലും കളിപ്പിച്ചത്, സ്ട്രൈക്കർ ആയിട്ടല്ലല്ലോ ഹാവേർട്സ് വന്നത്. അതാ ഞാൻ പറയുന്നത്. 65 മില്യൺ വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ അതുവരെ അതിനുള്ള വർത്ത് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ഫുള്ളായിട്ട്. 65 മില്യൺ കൊടുത്തതിന്റെ ഫുൾ വർത്ത് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി കുറച്ചും കൂടെ ഗോൾസ്, ഇപ്പം ഇപ്പൊ അടുത്ത സീസണിൽ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ക്രൂഷ്യൽ ഗോൾസ് അടിക്കുക, ഒരു കപ്പ് ജയിക്കാൻ വേണ്ടി എത്തിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ദാറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ഫൈൻ സൈനിങ്. ഹാവേർട്സിന് കുറ്റം പറയില്ല. ഹാവേർട്സ് നമുക്ക് വേണ്ടി ചെൽസിനെ കാട്ടും നല്ല രീതിയിൽ പെർഫോമും ചെയ്തിട്ടുണ്ട്. ഗോളും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ ബോൾ ഹോൾഡ് ചെയ്യുന്നതും ഈ ഫൗള് വാങ്ങേണ്ട സിറ്റുവേഷനും ബോൾ ഹോൾഡ് പ്ലേയും, പിന്നെ ചില സിറ്റുവേഷൻ ഹാവേർട്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല പ്രാവശ്യം തോന്നിപ്പിച്ചിട്ടുണ്ട് നമുക്ക്, പല പ്രാവശ്യങ്ങളും. പക്ഷേ എന്ന് പറഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ചെയ്തിട്ടില്ല. അവിടെയാണ് മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. സ്ട്രൈക്കറായിട്ട്, ആസ് എ സ്ട്രൈക്കറായിട്ട് കളിച്ചപ്പം നമ്മൾ മിഡ്ഫീൽഡിലോട്ട് കൊണ്ടുവന്നെങ്കിലും സ്ട്രൈക്കറായിട്ടാണ് കളിപ്പിച്ചത്. സോ അവിടെയാണ് എനിക്കൊരു പ്രശ്നം വരുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻലി. പിന്നെ ബേസിക്കലി വരുന്നത് അടുത്ത ചോദ്യം, MLS-നെ അടുത്ത സീസണിൽ തുറന്നു വിടാൻ ലെഫ്റ്റ് ബാക്കിൽ ഫുള്ളായിട്ട് കളിപ്പിക്കാൻ ബ്രോയ്ക്ക് ആർ യു ഹാപ്പി ലെറ്റിംഗ് ഹിം പ്ലേ ഇൻ പ്രീമിയർ ലീഗ് ആൻഡ് ചാമ്പ്യൻസ് ലീഗ് ഓൾ ഗെയിംസ്, ഓർ കുറച്ചും കൂടെ ടൈം കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കണോ, കാലഫ്യൂറിനെ കുറച്ച് കളികളിൽ ഇത് ചെയ്യണോ, എന്താണ്, അല്ലെങ്കിൽ ഗെയിം ടൈം ബാലൻസ് ചെയ്യിപ്പിക്കണോ, എങ്ങനെയാണ് തോന്നുന്നത്? കാരണം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. പ്ലെയർ ടാർഗറ്റ് ചെയ്യപ്പെടും എന്തായാലും. ഇപ്പൊ MLS ലാസ്റ്റ് സീസണിൽ വരുമ്പോ ആർക്കും അറിയില്ല, മീൻസ് പ്രീമിയർ ലീഗിൽ അത്ര ഒരു പരിചയവും ഇല്ല പ്ലെയറിനെ പറ്റിയും അധികം വലിയ ധാരണകളൊന്നും ഇല്ല. പെട്ടെന്നൊരു സർപ്രൈസിങ് ഒരു സംഭവമായിരുന്നു പുള്ളിയുടെ. നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ അറിയാം MLS ഇതാണ് പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈല്, പുള്ളി കുറച്ചുകൂടി അറ്റാക്കിംഗ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ അങ്ങനെ ധാരണകളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് കാലഫ്യൂറി നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുമെങ്കിൽ, പുള്ളി ഇഞ്ചുറി ഒന്നും പറ്റാണ്ട് അവിടെ ഉണ്ടാവുമെങ്കിൽ രണ്ടുപേരും മാറ്റി മാറ്റി കളിപ്പിക്കണം തന്നെയുള്ളൂ. പിന്നെ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡത്തിന്റെ കാര്യം പറഞ്ഞാല് MLS-ന് ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഇപ്പൊ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ 3 മാൻ ഡിഫൻസിലേക്ക് മാറുമല്ലോ. ഇതുവരെ അങ്ങനെയായിരുന്നു, ഇനി അടുത്ത സീസൺ എങ്ങനെയാണെന്ന് അറിയില്ല. 3 മാൻ ഡിഫൻസിലേക്ക് മാറുമ്പോൾ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലുള്ള സ്കെല്ലി മറ്റേ മിഡ്ഫീൽഡിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാണല്ലോ ചെയ്യാറ്. ആ മിഡ്ഫീൽഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് പിവറ്റിന്റെ കൂടെ നിൽക്കാണ്ട്, ഇപ്പൊ പിവറ്റിൽ നിൽക്കാനായിട്ട് റൈസും സുബിമെന്റിയും ഉണ്ട് നമുക്ക് ഓൾറെഡി. ആ പിവറ്റിന്റെ കൂടെ നിൽക്കാണ്ട് ആളെ കുറച്ചും കൂടി അറ്റാക്കിംഗ് ഫ്രീഡം ആൾക്ക് കൊടുക്കുക. ആ ഇടയ്ക്ക് ചില സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് സിറ്റി ആയുള്ള ഗോളൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. സോ അതേപോലുള്ള ഒരു ഫ്രീഡം ആൾക്ക് കൊടുക്കണം ഇൻ അറ്റാക്കിംഗ് ഫേസ്. ഡിഫൻസീവ് ഡ്യൂട്ടീസ് ആൾ തിരിച്ചു തന്നെ ചെയ്യണം. പക്ഷെ ആ ഒരു
പ്രീമിയർ ഡിഫൻസിൽ നിന്ന് ആളെ മിഡ്ഫീൽഡിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആൾക്ക് കുറച്ചും കൂടി അറ്റാക്കിംഗ് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഗെയിം പുള്ളിയുടെ ഭാഗത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കലഫിയോറിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഇത് നോക്കേണ്ടി വരും, ഇഞ്ചുറി എങ്ങനെയാണെന്നുള്ളത് നോക്കേണ്ടി വരും. ഒരിടയ്ക്ക് ടോക്കറൊക്കെ കിട്ടിയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ സമ്മർ ട്രാൻസ്ഫറിന്റെ തുടങ്ങണേക്കാളും മുമ്പൊക്കെ ആയിട്ടാണ് തോന്നുന്നു ചെറിയ ടോക്ക് കിട്ടുന്ന കലക്ടറിനെ മിക്കവാറും കളയേണ്ടി വരും, കാരണം ഒടുക്കത്തെ ഇഞ്ചുറി പ്രശ്നങ്ങളാണ് കാര്യങ്ങളാന്നൊക്കെ ഒരു റൂമർ അടക്കം കേട്ടായിരുന്നു. ഇനി ഈ ഒരു സീസണും കൂടി, ഇനി വരുന്ന സീസണും കൂടി ഇഞ്ചുറി കൺസേൺസും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയറിനെ വിറ്റ് കളയേണ്ടി വരും. സോ ആ ഒരു പ്ലെയറിന്റെ അവൈലബിലിറ്റി കൂടി നോക്കിയിട്ടാണ് സ്കെല്ലിക്ക് എത്രത്തോളം ടൈം അവൈലബിൾ ആവും, അല്ലെങ്കിൽ എത്രത്തോളം ടൈം കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റുള്ളൂ. അതെ അതെ, ബേസിക്കലി അതാണ് മെയിൻ കാര്യം അവിടെ. കാലഫിയോറുടെ ഇഞ്ചറി ടൈമാണ്. കാരണം സിൻജെങ്കോനെ സെല് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി സിൻജെങ്കോ എൻഡ് ഓഫ് ദ സീസൺ, എൻഡ് ഓഫ് ട്രാൻസ്ഫർ വിൻഡോ ചിലപ്പോൾ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ വരുമ്പം കാലഫിയോറിയുടെ ഇഞ്ചറി കൺസേൺസ് എത്രത്തോളം, നമുക്ക് അത് എത്രത്തോളം ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷെ കാലഫിയോറി ഒരു കിടിലം പ്ലെയർ ആണ്. ഇഞ്ചറി ഇല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് അറ്റാക്കിംഗ് ഫ്രണ്ടിൽ ഭയങ്കര കിടിലം പ്രോസ്പെക്റ്റ് ആണത്. ഓവർലാപ്പിങ്ങിന് നല്ലതാ, നല്ല രീതിയിൽ ഓവർലാപ്പിംഗ് നല്ലതാ, ബോൾ കൺട്രോൾ ചെയ്തിട്ട് ഓടിപ്പോയി. അല്ല, ലെഫ്റ്റ് ബാക്കിൽ ഓവർലാപ്പിംഗ് പ്രൊഫൈൽ എന്ന് പറയുന്നത് കലഫിയോറിയാണ് ഇപ്പൊ ബെസ്റ്റ്. ഇപ്പൊ സ്കെല്ലിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഓവർലാപ്പിങ്ങിന് കലഫിയോറി തന്നെയാണ്. പക്ഷെ രസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഇതിലല്ല ലെഫ്റ്റ് ബാക്ക് പൊസിഷനെ കാണുന്നത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനെ ഇൻവേർട്ടഡ് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓവർലാപ്പിങ്ങിനല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ പറഞ്ഞോ. അല്ല, ഇനിയിപ്പോ നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആർട്ടറ്റ മൊത്തമായിട്ട് ടാറ്റിക്സ് മാറ്റുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ കൗണ്ടർ അറ്റാക്കിങ്ങിന് ഒതുങ്ങുന്ന ഒരുപാട് എലമെന്റ്സ് ഉള്ള പ്ലേയേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു കോയിൻസിഡൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെ. അപ്പൊ എന്തെങ്കിലും ഒരു അറ്റാക്കിംഗ് ഫേസിൽ, കൗണ്ടർ അറ്റാക്കിങ്ങിന്റെ കാര്യത്തിലെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ച് ഞാൻ ആർട്ടറ്റയുടെ ഭാഗത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിലും ചെറിയ പ്രതീക്ഷയുണ്ട്, കാരണം ഇങ്ങനത്തെ പ്ലേയേഴ്സിനെയാണ് നോട്ടം ഇടുന്നത് എന്നുള്ളത് കൊണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്കെല്ലിയുടെ കലഫിയോറിയുടെ ഓവർലാപ്പിംഗ് ഗെയിംസ് ഒക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇൻവേർട്ടഡ് ആയിട്ട് കളിക്കുന്നത് നമുക്ക് ഗുണകരമായിട്ടേ ഉള്ളൂ കേട്ടോ, അത് തെറ്റാന്ന് പറയുന്നില്ല. അത് നമുക്ക് എപ്പോഴും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ആ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വിങ് ബാക്സ്, രണ്ട് ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടിംബർ ഉള്ളിലോട്ടാണ് കട്ട് ചെയ്യാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓവർലാപ്പിനെ കാട്ടും. ഇവിടെ സൈഡിൽ സ്കെല്ലി നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കട്ട് ചെയ്യാനാണ് സ്കെല്ലിക്ക് നോക്കുന്നത്. അതേ സമയത്ത് അപ്പുറത്ത് ബെൻ വൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് ആണ് താല്പര്യം, കാലഫിയോറി ഓവർലാപ്പിംഗ് ആണ്. രണ്ടും വെറൈറ്റി പ്രൊഫൈൽസ് ആണ് രണ്ട് സൈഡിലും ഉള്ളത്. സോ അതൊരു നല്ല കാര്യമാണ്. അത് എങ്ങനെ യൂട്ടിലൈസ് ആവുന്നു, കാലഫിയോറിയുടെ എങ്ങനെ ഇഞ്ചറി നിൽക്കുന്നു, അതിലാണ് മെയിൻ കൺസേൺ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതാണ് സത്യം പറഞ്ഞ. പിന്നെ ഒരു ചോദ്യം, എങ്ങനെയുണ്ട് പുതിയ നമ്മുടെ അവേ കിറ്റ്? എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു നല്ല സംഭവം തന്നെയാണ്. എനിക്ക് ആ ഒരു ബ്ലാക്ക് പാന്തർ വൈബ് ഒക്കെ അടിച്ചു അതിന്റെ കളർ കോംബോ. ഇതിലെനിക്ക് രണ്ട് സാധനമുണ്ട്. പണ്ടൊരു ഓട്ടൂടെ ജേഴ്സി ഇതുപോലെ ഒരു ബ്ലൂ ഉണ്ടായി, ഇതുപോലത്തെ ഒരെണ്ണം പണ്ടൊരെണ്ണം ഉണ്ടായി. ഇതൊരു ഡയറക്റ്റ് ഡാർക്ക് ബ്ലൂടെ ഒരെണ്ണം ഉണ്ടായി. പിന്നെ എനിക്കിത് ഓർമ്മ വരുന്നത് വേറെ ഏതൊരു സീസണിലെ 2-3 സീസണിന്റെ കളർ പാറ്റേൺസ് മിക്സ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ജേഴ്സി. പക്ഷെ കളർ നല്ല മിക്സ് വന്നപ്പോ രസമുണ്ട്. അതെ, കുറെ മിക്സ് വന്നപ്പോ നല്ല രസമുണ്ട്. മിക്സ് വന്നപ്പോ രസമാണ്. ഡിസൈനേക്കാളും ഒരു ആ കളർ കോംബോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പൊ തന്നെ ഒരു ബ്ലാക്ക് ബാൻഡർ കോംബോ, മറ്റൊരു വയലറ്റ് ബ്ലാക്ക് സാധനം അടിച്ചപ്പോ ഒരു സുഖമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആർസൽ വെബ്സൈറ്റിലേക്ക് കുറെ 2 ദിവസം മുന്നേ ബിഗ് തിങ് ഇസ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ചു വല്ല ജേഴ്സി ലോഞ്ച് ആയിരിക്കും. വേറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. കാരണം എന്തെങ്കിലും സംതിങ് ബിഗ് ഇസ് കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചേ. പക്ഷെ പുള്ളി പിന്നെ സൈനിങ് ആയിട്ടില്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പിന്നീട് അറിഞ്ഞു, പിന്നെ അത് വിട്ടുപോയി. അല്ല, എന്തായാലും ആർസനൽ വെബ്സൈറ്റിൽ 2 ദിവസം മുന്നേ ഇങ്ങനെ ഒരു സാധനം സംതിങ് ബിഗ് ഇസ് കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ജേഴ്സി, അല്ല അതിന് ജാക്കറ്റ്, അല്ലെ കോട്ട്, ഫോട്ടോഷൂട്ട്, ഇത് തന്നെ ആയിരിക്കും. അപ്പം ആർസനൽ എന്തായാലും ഫുട്ബോളിംഗ് പെർസ്പെക്റ്റീവിൽ ഇഞ്ചറി പ്രോൺ ആണെങ്കിലും കാലഫിയോറി എന്ന ഒരു മനുഷ്യൻ ഫ്രീ മോഡലിംഗ് ആയിട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു സെഗ്മെന്റ്, നമ്മുടെ പുതിയ ജേഴ്സി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറ്റുമെങ്കിൽ അതൊരെണ്ണം വാങ്ങണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ബ്രോ. ഇനിയും നമുക്ക് പ്രീ സീസൺ സമയത്തും സീസൺ തുടങ്ങുമ്പോഴും കുറെ വീഡിയോസ് ചെയ്യാനുള്ളതാണ്. ഈ
യോക്കറസ് കഴിഞ്ഞിട്ട് യോക്കറസിന്റെ ഡീലിന്റെ അവസ്ഥ എന്തറിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ സ്വസ്ഥമായിട്ട് അതിലിരുന്ന് ചെയ്യാം. നടക്കുമോ? ഇപ്പൊ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി സംസാരിക്കാനും തോന്നണില്ല. നടന്നാ നടന്നു, ഇല്ല എന്നുള്ള ആ അവസ്ഥയിലോട്ട് എത്തിച്ചു. ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് നമുക്കത് കിട്ടാതെ മീൻസ് എന്തേലും ആവട്ടെ എന്നുള്ള അവസ്ഥയിലോട്ട് വരെ എത്തിക്കുന്ന ആ സ്പോർട്ടിംഗ് ഡയറക്ടറിനെ ഞാൻ പുള്ളിയുടെ സിഗ്നേച്ചർ സമ്മതിച്ചു. കിട്ടി സൈൻ ചെയ്തു എന്ന് അറിഞ്ഞാൽ പോലും നമുക്ക് സൈൻ ചെയ്തല്ലേ ഓക്കെ ആ ഒരു വൈബിലേക്ക് സമാധാനം എന്ന് പറയും, സമാധാനം എന്നൊരു അവസ്ഥയാവും. ആ ഒരു ഇത് ഈ excitement സ്പോർട്ടിങ്ങിന്റെ ആളുടെ സൂക്കേട് തന്നെയാണ്. എല്ലാപ്പോഴും ഇയാൾക്ക് ഉള്ള ഒരു സംഭവം ഇത്. സ്വന്തം തിന്നത്തും ഇല്ല, ബാക്കിയുള്ളവരെ കൊണ്ട് തീറ്റിക്കത്തും ഇല്ല എന്നുള്ള അവസ്ഥയാണ് അങ്ങേറെ. അയാൾക്കറിയാം കിട്ടത്തില്ലെന്ന്. അയാള് വേറെ പ്ലെയറിനെ നോക്കി. സുവാരസ് എന്ന് പറഞ്ഞ വേറൊരു പ്ലെയറിനായിട്ട് ഓൾറെഡി ടോക്സും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ അയാൾക്ക് പോകുന്നുള്ള കാര്യം നല്ല ഉറപ്പാണ്. പക്ഷെ അയാൾക്ക് ആ ഒരു ബോണസിന്റെ കാര്യത്തിൽ അയാൾ ഈ കടുംപിടുത്തം കാണിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും പറയും. ആൻഡ്രോബേട്ടയ്ക്ക് പണി പഠിപ്പിച്ചു കൊടുക്കണ്ടെന്ന് പറയും നമ്മള്. പക്ഷെ നമുക്ക് പ്രീ സീസൺ മുമ്പ് ആ പ്ലെയർ പ്രീ സീസൺ തുടങ്ങുമ്പോൾ ആ പ്ലെയറിനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എടാ എന്നുള്ളതാണ്. നമ്മുടെ ഇത്രയും നാള് മറ്റേ മഡുവേക്ക ഡീലിന്റെ മുന്നേ വരെ മഡുവേക്ക ഡീലിന്റെ ആ സമയത്ത് വരെ യോക്കറസിന്റെ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് നമ്മുടെ ക്ലബ് ഇത്രയും ഇതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓരോ ന്യൂസ് വന്നപ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ 10 മില്യൺ വേണം, അവർക്ക് അതിൽ 5 മില്യൺ ഈസി, അതിന്റെ അടക്കത്ത് 2.5 മില്യൺ വേറെ ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് ചുമ്മാ ചാമ്പ്യൻസ് ലീഗ് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ 2.5 മില്യണും കൂടെ വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർസണൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു 1.5 മില്യൺ അവർക്ക് കൊടുക്കണമെന്ന്. ഇതൊക്കെയാണ് അയാളുടെ ആവശ്യം. അയാള് ഇതിനിപ്പോ അല്ല സെസ്കോനെ നമ്മൾ വിട്ടു എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇനിയിപ്പോ വേറൊരു സ്ട്രൈക്കറെ ഗോയിഗേഴ്സിനെ വിട്ടിട്ട് വേറെ സ്ട്രൈക്കറെ പിടിക്കാന്ന് വെച്ചാലും നമ്മുടെ ഓപ്ഷൻ ഉണ്ടായ പ്ലേയേഴ്സ് ഒക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി. കിറ്റിക്ക് ലിവർപൂളിലേക്ക് പോയി, ഇസാക്കിന്റെ കാര്യം അങ്ങനെയായി, ബാക്കിയുള്ളതൊക്കെ പോയി കഴിഞ്ഞു. അപ്പൊ പുള്ളിക്ക് അറിയാം എന്തായാലും നമ്മൾ തന്നെ ഇവനെ കൊണ്ടുവരും എന്നുള്ളത് അറിയാം. പുള്ളിക്ക് വേറൊരു കാര്യം അറിയാം, മറ്റേ യോക്കറസ് എന്ന് പറഞ്ഞ പ്ലെയർ അവരുടെ പിച്ചിൽ ഇനി ഇറങ്ങത്തില്ലെന്ന്. ഇറങ്ങില്ല അത് ഒന്ന് ഇത്രയും കൂടെ ആയപ്പോഴത്തേക്കും പ്ലെയറിന് വെറുത്ത ക്ലബ്ബ്. ഇനി മേലെ ഫ്യൂച്ചറിലും വന്നു കഴിഞ്ഞാൽ അവൻ എനിക്ക് തോന്നുന്നുള്ള മറ്റേ സ്പോർട്ടിങ്ങിലോട്ട് തിരിച്ചെപ്പോഴേലും ഒന്ന് പോകുന്നു. അവൻ വെറുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോ ഒരു ഹൈ പ്രൊഫൈൽ പ്ലെയർ വരാണെങ്കിൽ തന്നെ കറക്റ്റ് ആയിട്ട് പറയും, കറക്റ്റ് റിലീസ് പ്രോസസ് തന്നെ ജെന്യൂൻ എഗ്രിമെന്റ് ഒന്നും എനിക്ക് വേണ്ട, തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, ജെന്യൂൻ എഗ്രിമെന്റ് ഒന്നും വേണ്ട, കറക്റ്റ് പ്രസിഡൻഷ്യൽ ഇലക്ഷനും ഉണ്ടേ. അത് കണ്ടായിരുന്നു. അതിന്റെയും കൂടെ കടുംപിടുത്തം. അത് പക്ഷെ ഇത്തിരി ഓവർ ആയോന്ന് എനിക്ക് സംശയം. ഇനിയിപ്പം മെഡിക്കലിന് ഇതിപ്പം 2.5 മില്യനും സംസാരിച്ച് നമ്മൾ അവരുടെ ഇത് ഒത്തുന്ന് വെച്ചോ. മെഡിക്കലിന് പെർമിഷൻ തരണമെന്നെങ്കിൽ വേറൊരു മില്യൺ ഫ്ലൈറ്റിന് ചാർജ്, പെട്രോൾ ഡീയാനാണെന്നും പറഞ്ഞിട്ട് അയാൾ വേറെ വേണം ഇനി എന്തെങ്കിലും കൊണ്ടുവരും. പറയാൻ പറ്റില്ല, അയാളായതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് ആ പ്ലെയറിനെ പ്ലീസ്, കാരണം നമുക്കൊരു സ്ട്രൈക്കർ ഇല്ലാണ്ടാണ് ഇത്രയും കാലം ആ ടീം കൊണ്ടുപോയത്. സ്ട്രൈക്കർ വരുമ്പോ ആ പ്രീ സീസണിന്റെ തുടക്കം തുടങ്ങി തന്നെ ഇന്റഗ്രേറ്റ് ആയാലും നമ്മൾ ആ യുണൈറ്റഡിനെതിരെ ഫസ്റ്റ് ഗെയിം കളിക്കുമ്പോൾ തന്നെ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പണ്ട് തന്നെ ഹാവേർഡ്സിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് 2 മത്സരമൊക്കെ കഴിഞ്ഞ് പതുക്കെ കൊണ്ടുവരേണ്ടി വരും. അല്ല, പ്ലെയർ എന്തോ ഞാൻ കേട്ട ന്യൂസാണ്, പ്ലെയർ ഇപ്പൊ ആർസണലിന്റെ ഏതൊരു ഇതായിട്ട് അതിനു വേണ്ടിയുള്ള ഫിറ്റ്നസും ഷേപ്പും സെറ്റ് ചെയ്യാൻ വേണ്ടി ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതനുസരിച്ച് എന്ന് പറയുന്ന കേൾക്കുന്നു. എത്രത്തോളം ശരിയാണ് ഇല്ല എന്ന് എനിക്ക് അറിയത്തുമില്ല. അതൊക്കെ, പക്ഷെ അതെന്തൊക്കെ വന്നാലും ഫിറ്റ്നസ് സെറ്റ് ചെയ്ത് വെക്കുന്നു, ഷേപ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല, ഈ പ്ലെയേഴ്സ് ആയിട്ട് ജെല്ലാവണ്ടേ, അവിടെയാണ് പ്രശ്നം. ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് ആ മറ്റേ എമിറേറ്റ്സ് കപ്പിന് മുന്നേ എങ്കിലും എത്തിയിരുന്നെങ്കിൽ എന്നൊരു ഇതാണ്. എനിക്ക് പ്രീ സീസൺ മുന്നേ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ആവശ്യമായിരുന്നു. ഞാൻ പറഞ്ഞത് പ്രീ സീസൺ മുന്നേ പ്ലേയേഴ്സ് വന്നാൽ മതി എന്ന് പറഞ്ഞു ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പ്രൈം സ്ട്രൈക്കർ ആയിട്ടുള്ള പ്ലെയർ ഇതുവരെയായിട്ടും വന്നിട്ടില്ല യോക്കറസിന്റെ. അതും നമ്മുടെ പ്രശ്നം കാരണം അല്ല എന്ന് അറിയുമ്പോഴാണ് പൊളിയുന്നത് സത്യം പറഞ്ഞ്. ഇപ്പൊ നമ്മുടെ ഇതാണെങ്കിൽ ഓക്കെ, ഇത് നമ്മുടെ സ്ഥിരം പരിപാടിയാണെന്ന് വിചാരിക്കും. ഇത് നമ്മളെല്ലാം ചെയ്യാൻ തയ്യാറാണ്. നീ പറഞ്ഞതിനെക്കാട്ടും കുറച്ചും കൂടുതൽ തരാനും തയ്യാറാണ്. എന്നിട്ടും നിനക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ നിൽക്കണമെന്ന് പറയുന്ന പ്രശ്നമാണ് മെയിൻ ഇവിടെ വരുന്നത്. മിക്കവാറും എന്റെ ഊഹം ശരിയാണ്, ഈ സ്പോർട്ടിംഗ് ആയിട്ട് ഇനി അടുത്തൊന്നും കച്ചവടത്തിൽ നിൽക്കില്ല. ഒന്നെങ്കിൽ അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ മാറണം, അല്ലാന്നുണ്ടെ വേറെ എന്തെങ്കിലും അയാള് മാറുന്നവരെ എന്താ എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്തൊന്നും ഇനി കച്ചവടം നടത്തുന്നു. ഇപ്പൊ ഈ അടുത്തൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, ഈ സ്പോർട്ടിങ്ങിന്റെ അടുത്തൊക്കെ ഇത്രയും പാടുപെടുന്ന കാണുമ്പോഴാണ് ചെൽസിയുടെ അടുത്തൊക്കെ എന്തുകൊണ്ടാണ് ആഴ്സണൽ ഇത്ര സ്നേഹത്തോടെ പോയി കച്ചവടം ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നതെന്ന് പറയണം. കാരണം ഇത്ര സീനൊന്നുമില്ല, പ്രീമിയർ ലീഗ് റൈവൽസ് ആണ്, ഇവരുടെ അടുത്ത് കച്ചവടം നടത്താൻ ഇത്ര സീനില്ല.
എടാ അത് പുള്ളി അവരുടെ ഒരു അവസ്ഥ, അവരുടെ ടീമിൽ നിന്ന് പോവാന്ന് അറിയുമ്പോഴത്തേക്ക് അവനെ വെറുപ്പിക്കുക. ഇതാണ് മെയിൻ അവസ്ഥ. മേജറിൽ പോകുന്ന കുറെ എടാ ഇത് ഒന്ന് ഇവന്റെ ഈ യോക്കറസിന്റെ സീൻ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനത്തെ പല പല ഇൻസ്റ്റൻസുകളും പല പ്ലെയേഴ്സും ഹൊറിബിൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് അവർ ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇവന്റെ കേസാണ് ഇവന്റെ കേസ് മാത്രമായിരുന്നെങ്കിൽ ഇവൻ റിബല്യസ്യം കാണിച്ചത് കൊണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ചെയ്തു അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇത് അതങ്ങനെയല്ലല്ലോ. എല്ലാ പ്ലെയറിനെയും മേജർ ആയിട്ടുള്ള ഒരു ക്ലബിലോട്ട് പോകുന്ന ഏത് പ്ലെയറിനാണല്ലോ ഇവർക്ക് വരുന്ന ഒരു സെയിം അവസ്ഥ എപ്പോഴും ഉള്ളത് ഇവർക്ക്. സോ എനിവേ ഓൺ ദിസ് നോട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാം ബ്രോ. സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആർസനലിനെ പറ്റി സ്ഥിരം നമുക്കിങ്ങനെ നിർത്താണ്ട് സംസാരിക്കുക എത്രയാണ്. സോ എനിവേസ് താങ്ക് യു ഫോർ ജോയിനിങ്. കുറെ നാൾക്ക് ശേഷം നമ്മൾ ഒന്നും കൂടെ കണ്ടുമുട്ടുന്നു. ഇനിയും കുറെ വീഡിയോകൾക്ക് നമ്മൾ ഒരുമിച്ച് ഉണ്ടാവുന്നതാണ്. വൺസ് അഗൈൻ സൈഡ് ലൈൻ FC, സൈഡ് ലൈൻ ഫുട്ബോൾ ക്ലബ് അല്ലേ? സൈഡ് ലൈൻ ഫുട്ബോൾ അത്രേ ഉള്ളൂ. സൈഡ് ലൈൻ ഫുട്ബോൾ എന്ന് സെർച്ച് ചെയ്യുന്ന യൂട്യൂബിൽ അലക്സിന്റെ ചാനൽ കാണാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ഹിസ് ചാനൽ, ഷെയർ ചെയ്യുക. അതുപോലെ മല്ലു ടോക്സ് ആർസനലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ്, തോട്ട്സ് എല്ലാവരും ഈ ഡിസ്കഷനിൽ നമ്മൾ എന്താ ചെയ്തു, നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു തോട്ട് പ്രോസസ്സിനെ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് ഇൻ ദ കമന്റ്സ്. വി വിൽ അഡ്രസ് ഇറ്റ്. ഓക്കെ ബ്രോ, അപ്പൊ കാണാം.